മോർണിംഗ് ഗൈസ്. അങ്ങനെ ഉറക്കാട് സെറ്റായില്ല, പക്ഷെ കുഴപ്പമില്ല. കാരണം ഇവിടെ മൊത്തം നിറച്ച് മുള്ളു പോലത്തെ കുറേ സാധനങ്ങളിങ്ങനെ കുത്തി കയറി. അതായാലും ശരിയില്ല, ഇരുന്നുറങ്ങണേലും വേദം. അതേ നൈസ്. സൺറൈസ് വരാറായി. പക്ഷെ എന്ത് സാധനമാണ് ഈ പണ്ടറങ്ങ് ഓടില്ലത് എത്ര ചെയ്തിട്ടും. രാവിലെ തന്നെ ക്ഷമ എന്ന കാര്യത്തിൻ്റെ പാഠങ്ങൾ തരാനായി ഒരുപാട് മുള്ളുകളൊക്കെ പിറക്കി അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഗൈസ്. പണ്ടാറടങ്ങാൻ വേറെ ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് അതിട്ടിട്ട് പോയാനെ. ഇതിപ്പോൾ വേറെ ഇല്ലാണ്ടായി പോയി. പക്ഷെ ആക്കപ്പോട്ടെ, സൂര്യൻ ഉദിച്ച് കുറച്ചും മുകളിലെത്തി നല്ല രസമായിട്ടിരിപ്പുണ്ട്. ഓക്കെ, അയ്യോ but from the road you can see. Ciao. Up the road, it's always straight. And there's a big, like it's a cathedral. Oh, it's a cathedral. Yes, and there's a nice view going. Right, so Bye-bye. Good day. See you. Good day. നമ്മൾ സിറ്റഡെല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അത് ഒരു പള്ളി പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഞാനിപ്പോൾ 2-3 പേരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറയണത് വളരെ നൈസ് സ്ഥലമാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ല കിടിലും വ്യൂ ഒക്കെ കാണാത്രേ. എങ്കിൽ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം. അങ്ങോട്ട് പോണ് നടക്കുവാണ് ഗൈസ്, നടക്കുവാണ്. ഇവിടുത്തെ ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു മൂഡ് കണ്ട. ഈ നമ്മുടെ നാട്ടിൽ ആ വിൻഡോസിനൊക്കെ ഒരുമാതിരി പല കളറുകൾ വെച്ചിട്ട് അതിങ്ങനെ തള്ളി. ഇതെനിക്ക് തോന്നുന്നു മാൾട്ടയിൽ മാത്രമുള്ള സ്റ്റൈലാണ്. മേ ബി ആംസ്റ്റർഡാമിലുണ്ടാവും. പക്ഷേ നൈസല്ലേ, പല പല കളറിൽ ഇതുണ്ടോ. ഇങ്ങനെ ആക്കി പോയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു മൂഡ്. വൈറ്റ് ഹൗസ് പോലത്തെ ഒരു ബിൽഡിങ്. Excuse me, sir. Hi. Do you know where is Cittadella? Oh, it's over there. Go all the way up. Name, sir? George. I met George and he was just advising me about this really nice place, Gigantia. It's like an oldest, which is building older than the pyramids. Older than pyramids. Older than pyramids. You can see it. ഇത് പാസ്റ്റസി ഗൈസ്. ഇവിടുത്തെ ഏറ്റവും മെയിൻ സംഭവമാണ്. മാൾട്ടയെന്ന് പറഞ്ഞാൽ പാസ്റ്റസി എന്നാണ്. ഇതാണ് ഗൈസ് സിറ്റഡെലയിലൂടെയുള്ള എൻട്രൻസ് ആണല്ലോ. സോ നമ്മൾ സിറ്റഡെല എത്തി ഗൈസ്. ഇതാണ് മൂട് കേട്ടോ. മൂട് കണ്ടോ വേറൊരു മൂടല്ലേ, ഒരുമാതിരി ഒരു കൊട്ടാരത്തിലൊക്കെ കയറിയേക്കണ പോലത്തെ ഒരു പ്രത്യേക മൂഡ്. അയ്യോ, സ്റ്റെയറൊക്കെ ഇങ്ങനെ ഇറങ്ങി പോണു. ഇതെവിടെയെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഗോസുവിൻ്റെ സെൻട്രൽ ഏരിയയായ വിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചങ്ങോട്ട് നടന്നു പോകുമ്പോൾ അവരോടെങ്കിലും ചോദിക്കുക സിറ്റഡെല്ല വേണം എന്ന് ചോദിക്കുമ്പോൾ അവർ കാണിച്ചിരുന്നതാണ്. നമ്മളവിടെ നിന്ന് ഇറക്കി വിട്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില്ലറ അവർ എടുക്കില്ല അത്രേ. അവർക്ക് കാർഡ് തന്നെ വേണം. എൻ്റെ കാർഡാണെങ്കിൽ ബ്ലോക്കായിട്ട് ഇപ്പോൾ 8 മാസത്തോളമായി. അതിൽ ഇവിടുത്തെ ID കാർഡ് കിട്ടാത്തതുകൊണ്ട് സോ നമ്മൾ വേറെ സ്ഥലം പിടിച്ചു പോണേന്ന്. റൈറ്റ്, ഓക്കെ. സോ ഐ ക്യാൻ ഗോ ദിസ് വേ
കൊള്ളാമല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ ഓണത്തിന് ഇത് വെക്കൂലേ, ഓണത്തിൻ്റെ ദിവസം ഒരു മണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കണം, അതുപോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ സിറ്റഡല്ല എന്ന് പറയണം നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഫുൾ മാപ്പ്. കൊള്ളാലേ? അയ്യോ, നമ്മളിതിങ്ങനെ പറന്ന് യാത്ര ചെയ്യുന്നതാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് നമ്മളൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ മണ്ട കയറി മാൾട്ടയുടെ വീഡിയോ എടുക്കണം. സോറി ഗോസോ ചാച്ചടി പോട്ടെ. ഇത് നമ്മുടെ മാൾട്ടയിലെ എംദീനയൊക്കെ പോലത്തെ ഒരു മൂടുള്ള സ്ഥലം കേട്ടോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. റൈറ്റ്, ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ കയറി പോകണേണ് ഗൈസ്. ഇത് വേറൊരു മൂഡ് കേട്ടോ, ഒരുമാതിരി. ഇവിടെ ടോയ്ലറ്റ് ആണല്ലോ, നമ്മൾ ഓൾറെഡി രാവിലെ തന്നെ സെറ്റ് ചെയ്തായിരുന്നു, കുഴപ്പമില്ല. എന്താ ഒരുമാതിരി കൂടുകളുടെ ഈ കാറ്റകോംസിൻ്റെയൊക്കെ ഉള്ളിൽ കൂടി പോകണമല്ലേ ഒരു മൂഡ്, രണ്ട് സൈഡിലും. അയ്യോ, ഇതെന്താ തീ? അങ്ങനെയൊക്കെ പോവാം. ആദ്യം നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കട്ടെ. ഇത് തെണ്ടിയാണെങ്കിൽ കാണിച്ചു വെച്ചേക്കണം. നോക്കി, നല്ലൊരു പരിഭാവനമായിട്ടുള്ളൊരു സ്ഥലത്ത് സീർട്ടൂറ്റിയൊക്കെ അടിച്ച് വെച്ചേക്കണ്, കുത്തി കയറ്റി വെച്ചേക്കണേണ്. എന്തല്ലേ മൂഡ്? എനിക്കാണെങ്കിൽ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല അല്ലേ? അടുപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഓൾഡായിട്ടുള്ളൊരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ പോകാനായിട്ട് എക്സ്ട്രാ ഒരു €7 ടിക്കറ്റ്സ്. ഓ, ഓക്കെ, റൈറ്റ്. So thank you very much guys, and good day. You can start from there. You can take with you. Oh, so that you find your way around up here. Okay, I have to start from up or This left? room and upstairs. Okay. That's the last room. Then proceed to the other sides. Right, thank you. Yeah. And is this like for videos? Can I take the video of that thing? Yes, yes. Okay, thank you. Oh gee, is okay guys. ഇതെന്താ മൂട്? ബറിയൽ എന്താണെന്ന് അറിയാൻ പാടില്ല. മാൾട്ടീസിൽ എഴുതി വെച്ചേക്കാണ്, അറിയില്ല. കൊള്ളാലേ? പഴയ കാലത്തെ കുറെ ചട്ടികളും കല്ലുകളും. ചട്ടി, കല്ല്, അതെന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ എന്തൊക്കെ സാധനങ്ങളല്ലേ. കല്ലൊക്കെ മ്യൂസിയത്തിലോ? പിന്നില്ലേ, എന്താ മൂട്? 7,000 years of culture. Do you see this? Oh. 5000 BC-ലെ സാധനങ്ങളുണ്ട്. അതെ, കഴുതലം, ക്രേസ്കോ, സെർബൂജി, മൂടട്ടോ. ഓക്കെ, നമുക്കിനി മ്യൂസിയത്തിൽ പോവാം. ഓ ഇല്ല, ഇപ്പറുണ്ട്. ഓക്കെ, ഇതേത് ഭാഷ, എന്താ സംഭവം എന്നറിയില്ല. മമ്മി ലൈറ്റ്സ് ഒക്കെ തുടങ്ങി ഗൈസ്. ഇവിടെയും കുറേ സംഭവങ്ങളുണ്ടോ? ആവശ്യമില്ല. കുറേ ചട്ടികൾ, പഴയ കാലത്തെ കുറേ ഭരണികൾ. ഇതെനിക്ക് തോന്നണ് മൺവെട്ടി പോലെ ഇരിക്കും. മറ്റേ നമ്മൾ
കിടക്കാനും ഉപയോഗിക്കൂലേ ആ മൂട്. ഇനി കാളനെ വലിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണോന്ന് അറിയില്ല കേട്ടോ. മമ്മി റിട്ടേൺസ്. മമ്മി വാവ്, കുഞ്ഞി ക്യൂട്ട് മഗ്സ്. പൊട്ടിയ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്, തലയില്ലാത്ത എന്തോ ഒരു പ്രതിമ, ചെന്നായിയുടെ പാലൊടിക്കുന്ന കുട്ടികൾ, അരിസ്റ്റോട്ടിലാണെന്ന് തോന്നുന്നു. കൊള്ളാം. അസ്ഥി അസ്ഥി ഗൈസ്. ഇത് ശരിക്കും ഒരു ആർട്ട് വർക്കാണ്. ഇങ്ങനെ പൊട്ടിയ സംഭവങ്ങളില്ലേ, പൊട്ടിയ സംഭവങ്ങൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണതിന് ഒരു ആർട്ട് വർക്ക് പറയും. ഭയങ്കര, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. നിങ്ങൾക്കറിയാമെങ്കിൽ പേര് അടിയിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ നൈസ് വൈബാണ്. പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി വെക്കുമ്പോൾ ഉള്ളൊരു ബ്യൂട്ടിയില്ലേ, മൊത്തം അങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്യും. പെട്ടി. നമ്മളവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അങ്ങാടാണോ ഇങ്ങാടാണോ എന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ ലെഫ്റ്റ് റൈറ്റിലോട്ടൊരു സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ട് എന്താ മൂട് നോക്കട്ടെ. അയ്യോ, നമ്മൾ നടക്കണ പരിപാടിയില്ല. താക്കോല് പോലിയാണ്, ചില്ലറയല്ല കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? അക്ക വക്ക വെക്കം വെക്കം വെക്കം. ഇങ്ങനെ പോലെ ഓക്കെ. ഇരുട്ടാണ് ഗൈസ്, ലൈറ്റ് വേണം. I am the explorer caves. റൈഡറിൻ്റെ മൂടടിക്കാൻ പോകുന്നുണ്ട്. അപ്പുറം വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല സ്ഥലേ പോകാൻ. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ. എന്താ മൂടുന്നത്? എന്താ മൂട്? ആ കാണുന്നുണ്ട് ലൈറ്റില്ലെങ്കിൽ. ഇതൊന്നും ഇതായിരിക്കും നല്ലത്. വൈറ്റ് ലൈറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഒരുമാതിരി ഓവർ വൈറ്റ്. ഗുഹ പോലത്തെ ഒരു വൈബ്. എക്കോ ഒക്കെ അടിക്കുന്നുണ്ട്. അയ്യോ ഇടക്കത്തില്. മൗലിമണി തിങ്കളാസി ചായത്തീരെ നാഗവല്ലി മനോഹരി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസന മൊഴികളകി ദേവി മാണിക്യവാസന മൊഴികൾ നൽകി ദേവി തനന തനന. ഇങ്ങനത്തെ ഒരു മൂഡിൽ മറ്റേ സിനിമയിൽ മണിച്ചിത്രത്താഴ് സിനിമയിൽ ഇതുപോലത്തെ ഒരു മ്യൂസിയത്തിൽ പോയപ്പോഴുണ്ടോ മറ്റേ പ്രേതം കയറിയത്. അയ്യോ എന്താ മൂട് നോട്ടെ. ഇവിടെ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാണ് കാടില്ലെന്ന് പറഞ്ഞിട്ട്. ഹലോ മറ്റേ സാധനം കാർഡ് പേയ്മെൻറ്റില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ മോളിൽ പോയി ക്യാഷൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് കണ്ടിട്ട് പോട്ടെ. ആ ഇവിടെ വേറൊരു മൂഡാണ്ടോ ഗൈസ്. മ്യൂസിക്കൊക്കെ കേൾക്കണ്ട നിങ്ങൾ, ഒരുമാതിരി വിജലിമ്പിച്ച മ്യൂസിക്. എക്സ്ക്യൂസ് മീ, ഹലോ, എനിബഡി ഹിയർ? എക്സ്ക്യൂസ് മീ. എൻ്റെ അമ്മ ഓക്കെ. ഹായ്, ഗൈസ് നമ്മൾ ഇതിങ്ങനെയാണ്, ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകണേന്ന് കാണിച്ചു തരാം. നാച്ചുറൽ ഓർച്ചിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈറ്റിലാണ് ഇങ്ങനെ മൂടുന്ന് നോക്കട്ടെ. ആ ഇതാണ് നല്ലത്, നാച്ചുറൽ ലൈറ്റ്സ്.
Journey returns. நான் தான் அன்யன், 5 பேரை கொலை பண்ற വന്നിരിക്ക. മുടി അടിച്ചിട്ട് മറ്റേ മുടി അടിക്കാൻ വേണ്ടിട്ടോ. അപ്പോൾ ഇതാണ് മൂഡ് ഗൈസ്. ഇവിടെ ലൈറ്റ്സ് ഇല്ലാണ്ട് കാണാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ഇതുണ്ടോ നൈസ് ഉണ്ടല്ലേ. പക്ഷെ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇത് ഉള്ളിലോട്ടൊന്നുമില്ലല്ലോ, ആകെ എത്ര ഉള്ളൂ. ഓക്കെ, ഇവന്മാർ നമ്മളെ പറ്റിച്ച് ഗൈസ്. മ്യൂസിയമായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് പടം മാത്രമേ ഉള്ളൂ. Only this much, brother? Yes, that's it on the shop here. Okay. Here, that's for museum side. Okay. I'll wait for the show. ഞാനിപ്പോൾ അവനോട് ചോദിച്ചു മ്യൂസിയം എത്ര ഉള്ളതെന്ന്. മ്യൂസിയം എത്ര ഉള്ളത്രേ ഇവിടെ ആകെ ടോയ്ലറ്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല ഗൈസ്. എന്താ മൂട്, കുറേ പടം മാത്രം ഒട്ടിച്ചിട്ട് കണ്ടോ നിങ്ങൾ, കുറേ പടം ഒട്ടിച്ചിട്ട്. ഇതാണ് മ്യൂസിയം എന്ന് പറയണത്. ഇത് കണ്ടോ, കുറേ പടം ഒട്ടിച്ച് ലൈറ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുകളിൽ 4 കൂടി ബാക്കിയുണ്ട്. ഇനി അത് ഇങ്ങനെ തന്നെയാണോ ആവോ, നോക്കട്ടെ. ദേവി കയറിയതല്ലേ. ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി ഞാൻ പറയാം. ഈ ഒരു സംഭവം ജനറേഷൻസായിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അവരുടെ സ്കില്ലൊക്കെ വെച്ച് ഇതൊരു മെയിൻ സ്ഥലമാണ് ഗോസോല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചതും അതിൻ്റെ റെസിഡൻസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പീപ്പിളിനെല്ലാം താമസിച്ച ഒരു അടിപൊളി സ്ഥലമാണ് ഗൈസ്. നമ്മളിപ്പോൾ സിനിമാ തിയേറ്ററിലോട്ട് പോകണേണ്. ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ തുറന്നു വന്നു ഗൈസ്. ഈ സെറ്റപ്പ് കൊള്ളാട്ടോ, ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ സാധനം തുറന്നു വന്നു. അയ്യോ, It is a peaceful night in the Middle Sea. All is calm beneath the stars. ശാന്തമായിട്ടുള്ളൊരു രാത്രി എന്നാണ്. But the gods are restless. When Ulysses the Wanderer sails by. ദൈവങ്ങള് ഭയങ്കര കഴിപ്പായിട്ടിരിക്കണ. അപ്പൊ കടലൊക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങി അവർ പറയുന്ന ഗൈസ്. ഓ മൈ ഗോഡ്, മഴയൊക്കെ പെയ്ത് തുടങ്ങി. മഴ. അയ്യോ, അതാണ് നമ്മുടെ കപ്പല് ഗൈസ്. കപ്പലിപ്പം അറിയും, ഭയങ്കര മഴ. ഓ മൈ ഗോഡ്, വേറെ ലെവൽ കേട്ടോ. മറ്റേ Dawn finds him alone. അലർട്ടാ. But welcome. ഹലോ, The island of Calypso. ഐലൻഡ് ഓഫ് കാലിപ്സോ. ഇതൊക്കെ കിട്ടണ്ടാവോ? Thatch-topped hill. ഓക്കെ. Where waves of human settlers choose to build their refuge. എന്തൊക്കെ മനുഷ്യന്റെ തുടക്കമാണ്. Empire builders from Rome. റോമിൽ നിന്ന് ബിൽഡേഴ്സൊക്കെ വന്നിട്ട് Arabs from North Africa. നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് അറബികൾ, സിസിലിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ. Angevins and Aragonese. ഞാൻ കേട്ടില്ല അത്. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട്
മാൾട്ട ബിൽഡ് ചെയ്തെന്നാണ് പറയണം. സിസിലി, റോം. By 1551, 1551 the Knights of St. John, champions of Christendom, have been in charge of the island for over 20 years. 20 വർഷത്തോളമായിട്ട് സെന്റ് ജോൺ ആണ് അതിന്റെ ഈ ഐലൻഡിന്റെ മെയിൻ ആയിട്ടുള്ള Within their fortress, the ചിറ്റഡലിനെ പറ്റി പറയണേ. men like Bernardo de Opio, സിറ്റഡല എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വളരെ നല്ലൊരു ആശ്വാസമായിരുന്നു. സിസിലിയൻ സോൾജേഴ്സ് ഒരു പുള്ളിയുടെ പേര് പറഞ്ഞ് അവരുടെ ഫാമിലിക്ക്. അതങ്ങനെ അല്ലെങ്കിൽ സീനാണെന്നാ പറയണ. അക്രോസ് ദ ബോർഡർ ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ വെട്ടിക്കൊന്നാ പറയണം. വേറെ മൂഡ്. over 100 ships are heading for Gozo. 100 കപ്പലുകൾ ഇങ്ങനെ വരണ ഗോസോയിൽ നിന്ന്. Dragut, the corsair, ഈ മച്ചാനാണ് scourge of the Middle Sea. കടലിന്റെ പേടി സ്വപ്നമായിട്ടുള്ള Of their home. അവരുടെ വീട് സേവ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യണേ, വാറോട് എങ്ങനെയാണ് ഗൈസ്, വാറോട് എങ്ങനെയാണ് പീരങ്കി ഉണ്ടാവും. ബൂം സീൻ. പീരങ്കില് വെടിയോടങ്ങി ഗൈസ്. He fears for his beloved wife and daughters. എൻ്റെ അമ്മ, ഇത് ഈ എക്സ്പീരിയൻസ് ഉള്ളാട്ടോ തിയേറ്ററിൽ. The thought of their suffering in captivity is too much. In torment, he slays them first. Then, alone, he makes the final sacrifice. എൻ്റെ ഫാമിലിനെ കൊന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല കേട്ടോ. And dies a hero. അതായത് അവൻ്റെ ഫാമിലിനെ അവരുടെ ചിലപ്പോൾ വന്നിയറിഞ്ഞവരൊക്കെ നമ്മുടെ അറിയാലോ. അതിന് ഭേദം അവര് കണ്ടോ വുമൺ ആൻഡ് ചിൽഡ്രന് അവരെ നശിപ്പിക്കുന്നതിന് ഭേദം നമ്മൾ പത്മാവതിയിലൊക്കെ കാണിക്കുന്ന പോലെ സ്വയം നശിഞ്ഞോ ഉറപ്പാണെങ്കിൽ അവര് അങ്ങനെ ഒരു ബേസിക്കലി പോലെ. Under the guidance of the knights, the walls and bastions take shape. The fortifications are stronger than ever. ഇവര് വളരെ ശക്തമായിട്ട് ഈ സിറ്റഡല സ്ട്രോങ് ആക്കി എടുക്കുന്നവരാണ്. Centuries of worship. Gozo's new mother church is built. ഗോസോന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പള്ളി ഇവിടെയാണ് ബിൽഡ് The ചെയ്തത്. seas around Gozo protect the island, but they also carry the winds of change. ഇവിടുത്തെ സീസണിന്റെ കാര്യമാണ് 1798 sees the arrival of a vast French fleet under the command French. of General Napoleon Bonaparte. നെപ്പോളിയൻ ബോണപ്പാർട്ടൊക്കെ വന്ന സ്ഥലമുണ്ട് അത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രഞ്ചിൽ നിന്ന് ഈ മാൾട്ട ഇൻവേഡ് ചെയ്യാൻ വന്നതിൻ്റെ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ നിന്ന് സിറ്റഡെല്ല എന്ന് പറയുന്ന ഈ സ്ഥലത്തിൽ നിന്നാണ് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. വീഡിയോ കാണാണ്ടോ? But to no avail. പക്ഷേ രക്ഷയില്ലെന്നാ പറയണം. കാരണം നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ ടീമല്ലേ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. St. John is over. ജയിച്ചെന്നാണോ തോറ്റുന്നാണോ മനസ്സിലായില്ല. Archpriest Kassar, leader of the people's resistance, turns to France's old enemy, the British. They agree to blockade the French in the Cittadella. Within a month, they surrender. Gozo is free. Gozo is free, guys. Gozo is free, guys. Yeah. I love it now. This brief taste of independence inspires another campaign for a bishop appointed directly by the Pope. മാർപ്പാപ്പട ഡയറക്ഷനിൽ ഇതിലുണ്ടോ? Their wish is granted. And every year since then, in the cathedral, in the heart of the Cittadella,
is Gozo's bishop, who leads the celebrations. ഹാർട്ട് ഓഫ് ചിറ്റഡലയുടെ മെയിൻ സ്പോട്ടിലായിട്ട് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഫീസ്റ്റാണ് ഫെസ്റ്റിവൽ ഓഫ് സാന്റ മറിയ എന്ന് പറയുന്നതാണ്. ഇവിടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ ഓഫ് സാന്റ മറിയ. അത് ലീഡ് ചെയ്യണത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രീസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ മെയിൻ സ്ഥലമുണ്ടാണ്. മോഡേൺ ഡേയിലോട്ട് നമ്മൾ തിരിച്ചു വന്നു ഗൈസ്. എന്താ കൂടല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ട് ശരിക്കും. നിങ്ങൾ നൈറ്റ് വന്ന് ഇങ്ങനെ കുറെ ലാമ്പൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ടാവും. In the long history of Gozo's Cittadella. Long history of Gozo's Cittadella. അടിപൊളി. നമ്മൾ ഈ ലോകത്ത് വന്ന് നിൽക്കണ പോലെ ഉണ്ട് ഗൈസ് ശരിക്കും. കാരണം ചുറ്റും സ്ക്രീന്, ചുറ്റും ഓഡിയോ, വേറൊരു മൂഡ് ഗൈസ്. പരിപാടി തീർന്നു എന്ന് തോന്നണ്. യെസ്, ദേ ഓട്ടോമാറ്റിക്കായിട്ട് ഡോറൊക്കെ ഓപ്പൺ ആയി ഗൈസ്. പരിപാടി ഇരുന്നു. പൊളി പൊളി പൊളി. ഐ ലവ് ഇറ്റ്, ഐ ലവ് ഇറ്റ്, ഐ ലവ് ഇറ്റ്. പൊളി പൊളി. അയ്യോ, നമ്മൾ ഇറങ്ങിപ്പോന്നോ? അവൻ പറഞ്ഞ പോലെ അല്ലേ, മറ്റേ വഴി അല്ലേ, മറ്റേ വഴി പോലെ. ഇത് അടഞ്ഞ ഇല്ലില്ല, അടഞ്ഞിട്ടില്ല. ഇവിടെ മറ്റേ പെണ്ണ് വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. അയ്യോ ഇരുട്ടായി. ഇവിടെ മറ്റേ പെണ്ണ് വന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ. മറ്റേ 3D പെണ്ണ്. തുമ്പി പെണ്ണെ കൊതിയില്ലേ നേരിൽ കാണാൻ വന്നിട്ടുണ്ട്. അയ്യോ, ഇത് പിടിച്ച് ചത്താനെ. അപ്പുറത്ത് ഡോർ തുറന്നപ്പോൾ അപ്പുറത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു ഗൈസ്. കഴിഞ്ഞ് ഞാൻ അടുത്ത മ്യൂസിയത്തിലോട്ട് പോകുന്നു. അതൊരു ഭയങ്കര ഒരു അനുഭവമായിപ്പോയി. അപ്പോൾ മറക്കണ്ട, മാൾട്ടയിൽ വരുവാണെങ്കിൽ സിറ്റഡല്ല ഈ മ്യൂസിയത്തിൽ കയറിയിട്ട് പോകുമ്പോഴുള്ളൂ ഈ തിയേറ്ററിൽ കയറണം. അമ്മയൊരു മൂടുണ്ട്. ഓക്കെ കയറണം കൂടട്ടോ. ചെറിയ കണ്ട് ഇതാണ് അടുത്ത മ്യൂസിയം എന്ന് തോന്നുന്നത് ഗൈസ്. നമുക്ക് പോയി നോക്കാം. വെളിച്ചം പോരല്ലേ, ലൈറ്റ് ഇട്ടേക്കാം. ഇത് മറ്റൊരു മൂട് തന്നെ, വിചലംബിച്ചൊരു മൂട്. ഹലോ ഗൈസ്, ഹലോ. നമ്മൾ തിരിച്ച് കയറി ഇവിടെ എത്തി. നമ്മൾ നേരത്തെ ഡിസിഷൻ എടുക്കാൻ വൈകിയില്ലേ, ആ ഒരു സ്പോട്ടിലോട്ട് തിരിച്ചെത്തിക്കണം ഗൈസ്. വലിയ വലിയ ബല്ലുകൾ തടിക്കുമ്പോൾ എന്താ സൗണ്ട് ആയിരിക്കും. ഒരു സെൻറ്റർ കുറേ ആർട്ട് വർക്കുകളുണ്ട്. ഇത് കൊള്ളാല്ലേ, നല്ല ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലൗഡ്സ് ഒക്കെ, ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. പൊളിച്ച്. ഓ, ഇത് 3D പെയിൻറ്റിങ് കേട്ടോ. ആർട്ട് വർക്ക്സ് ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ്. എനിക്ക് ഓരോ സാധനങ്ങളും ഡീറ്റെയിൽ ചെയ്യണം. മറ്റൊരു പോസ്റ്റർ അടിച്ച് വെക്കണമല്ലോ, വരച്ച് വെച്ചേക്കണം. ഐ മീൻ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കണം. അതേ ഒരു മച്ചാൻ നിൽക്കണമെങ്കിൽ ഇങ്ങനെ കട്ട ഫ്രീ. മലർക്കാവിൽ പൂരം കാണാൻ നമ്മൾ പോയി, നാവിൽ നിലാവിൽ ദൂരെ ഒരാൾ മര ചോട്ടിലിരുന്നു മാറിവിൽ. ഹലോ, കുറേ ജ്വല്ലറി വാച്ച്. ഇവിടുത്തെ ട്രഡീഷണൽ മൂഡായിരിക്കും. കൊള്ളാല്ലേ.
Right, can you let me forget? നമ്മൾ ഓൾഡ് പ്രിസൺ മ്യൂസിയത്തിലോട്ട് പോകാൻ പോവുകയാണ്. എവിടെ ഇത്? വഴിയൊക്കെ നോക്കി വിചലിപ്പിച്ച വഴി. തല വെട്ടണ ഇങ്ങനെയാണ് നമ്മൾ തല ഇങ്ങനെ വെച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ കൊണ്ടിട്ട് പിടിക്കൂലേ. ഓൾഡ് പ്രിസൺ മ്യൂസിയം. നമ്മളിതകത്ത് കയറിയിരിക്കുന്നു. ഹലോ മൈ ഓൾഡ് പ്രിസൺ മ്യൂസിയം. ദിസ് വൺ, yeah? Okay. താങ്ക് യു. ഉണ്ടോ ഫ്ലാഗുകൾ. So I gotta go this way? Okay, I'll be careful. Thank you. Thank you, sir. അത് നമ്മൾ വാളുമൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഫിംഗർ പ്രിൻ്റ് പറഞ്ഞുകൊണ്ടാണെന്നറിയില്ല. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകാൻ. ഓ മോനെ, പഴയ കുറേ ആൾക്കാർ കിടന്ന മറ്റേ പ്രിസണാണ്, ജയിലാണ് ഗൈസ്. ഞാൻ എന്താ ജയിലിൽ കയറാൻ പോണേന്. അയ്യോ, അയ്യോ, കക്കൂസ പോലും ഇല്ലാത്ത ജയിലിലേക്ക് കൊണ്ട് ടച്ച് നോക്കി ആണ് ചെയ്യണം. എൻ്റെ അമ്മ മാൾട്ടയിലെ ജയിലിൽ, എൻ്റെ പൊന്നെ ഞാൻ മാൾട്ടയിലെ ജയിലിലായി ഗൈസ്. അയ്യോ, ഞാൻ മാൾട്ടയിലെ ജയിലിലായി ഗൈസ്. ജയിലിൽ അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. തലയിടിക്കും എൻ്റെ അമ്മ. ലെഫ്റ്റ്, അടുത്ത ജയിൽ. ഇങ്ങോട്ട് കയറാൻ പാടില്ലെന്നോ. സെയിം തന്നെയല്ലേ. കുഞ്ഞു ജയിൽ ഗൈസ്, കുഞ്ഞു ജയിൽ. അവിടെ ഒരു സുന്ദരി ഇരിക്കുന്നു. പിന്നെയും ജയിൽ ഗൈസ്, പിന്നെയും ഓൾഡ് പ്രിസൺ. അതാണ് ഇവിടുത്തെ മൂഡ്. ഹലോ ഗൈസ്. ഓൾഡ് പ്രിസൺ, പിന്നെയും പ്രിസൺ. ഇവിടെ മൊത്തം ജയിലുകളാണ് ഗൈസ്, മൊത്തം ജയിലുകൾ. ഓ, ഇതൊരു വെറൈറ്റി ജയിലുണ്ടല്ലോ. ഇത് വേറെ മൂടാണ് കേട്ടോ. എന്തൊരു കുഞ്ഞു ജയില. അയ്യോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളിടൂ. എനിക്ക് തോന്നല്ല, എന്തോ സ്റ്റോറിയാണ് ഉള്ളല്ലോ. കഴിഞ്ഞു ജയിലിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഗൈസ്. അറിഞ്ഞു വെച്ചോ. ഇവിടെ ഒരു കിണറുണ്ട് ഗൈസ്. വെൽ. I know that the well makes the place humid. And so over here it's always cool. In fact, when I open the door, because കോറൽ ലൈംസ്റ്റോൺ പെട്ടെന്ന് പൊട്ടും, ഗ്രീൻ സാൻഡ് പെട്ടെന്ന് പൊടി പിടിക്കും. ഗോസുവിൻ്റെ കോമിനോൻ്റെ ഇതാണ് ഗോസു ഗൈസ്. ഇത് പച്ച കാണിക്കുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് മലകളാണ് കണ്ടോ. മറ്റേ കുഞ്ഞിന് നമ്മുടെ കുഞ്ഞിലേക്ക് പോകുന്നതാണ്. വെയിറ്റ്, ഇതുണ്ടോ കോറലൊക്കെ. കോറൽ മാർബിളാണ്. ഇതാണ് അമ്മച്ചി പറഞ്ഞ ക്ലേ. പിന്നെ എന്തോ മൈൻഡ് യുവർ ഹെഡ്, തലയിടിക്കും. മീൻ ഒമ്പൊമ്പോ, എന്ത് വലിയ മീനാണ്. ഇത്രയും വലിയ മീനുണ്ടോ? ഇത് തല മാത്രമാണ് തോന്നുന്നത്. ടൂണ പോലെ, ടൂണയുടെ സൈസാണ്. എന്തോ വലിയ സൈസ്. അയ്യോ, ഏതാ മീനാണ്? പഴയ ജാമ്പാൻ്റെ കാലത്തെ മീനാണ്, പുതിയ മീനാണ്? കമൻറ്റ് ഗൈസ്. ഇതൊക്കെ പുതിയതാണ്. ഇത്തരങ്ങൾ, ശംഖുകൾ, കുറേ ശംഖുണ്ട്. sword fish, sailfish, the fastest fish in the water.
This one. ഈ ഞണ്ടിനെ വറുത്തടിക്കണം. ഇത്രയും വലിയ ഞണ്ടിനൊക്കെ വറുത്തടിയാലോ. അയ്യോ പൊടി സാറ് നല്ല കുക്കറിലൊക്കെ ഇട്ട് പൊഴുങ്ങി. ഈ കുക്കറിലാരാ ഞണ്ടിടണം? എനിക്കറിയാൻ പാടില്ല ഞണ്ട് വരെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇത് ഫിഷ് ഓഫ് മെഡിറ്ററേനിയൻ. മാൾട്ടയുടെ ചുറ്റും കാണാൻ കിട്ടുന്ന ഫിഷാണ്. മാൾട്ടീസ് വാട്ടേഴ്സിലുള്ള ഫിഷുകളാണ് ഇതൊക്കെ. ഈ വലിയ മീൻ കിട്ടിയാൽ അടിപൊളിയായിരുന്നു അല്ലേ? പുഴുങ്ങിയടിക്കുന്ന സൈഡ്, അമ്മച്ചിയുടെ സൈഡ്. ഇവിടെ എന്താ മുതലേ? മുതലേനെ പൊളിച്ച് വെച്ചേക്കണുണ്ടോ ഗൈസ്? മുതലയുടെ സ്കിൻ അങ്ങോട്ട് പൊളിച്ച് അടിച്ച് വെച്ചേക്കണ്. ആമയല്ല, ടർട്ടിൽ. മലയാളം എന്താണെന്ന് അറിയില്ല ഗൈസ്. മലയാളം എന്താണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ശംഖുകൾ, പിന്നെയും ശംഖുകൾ, ക്രിസ്റ്റലുകൾ, കേട്ടോ പലതരം കളർ മാർക്ക്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നേച്ചർ മ്യൂസിയം കഴിഞ്ഞു പോയി. ഇനി അടുത്ത മ്യൂസിയം. Do you mind saying hi to my viewers? I prefer not to, sorry. Thank you. വേറെ പണിയൊന്നുമില്ലല്ലോ, കുറച്ച് നേരം ഇവിടെ നിന്ന് കാണാം. പലതരം ഇൻസെക്റ്റുകളെ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ബീറ്റിലുകളാണ് കൂടുതലും. തുമ്പിപ്പെണ്ണെ, പലതരം തുമ്പികളെ കാണാം ഇവിടെ. മോത്തുകളുമുണ്ട്. തുമ്പിയുടെ ഒരു പരിതാപം വേറൊരു മൂടാണ്. സെന്റിപീഡ്, കഴുതാര, സാധനം. ഒരു കടി കിട്ടിയല്ലേ. അമ്പമ്പോ കിളികൾ. ഫാൽക്കണാണോ ഇരിക്കണ ഇരിപ്പണ്ട. എന്താ മൂഡ്? പവർ മൂഡ്. കുറച്ച് ടി വി കാണാനായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുക ഗൈസ്. അടുത്ത ലാസ്റ്റ് മ്യൂസിയം കൂടിയുണ്ട്. അവിടെ കൂടി പോയിട്ട് we go back to get our bags. നമുക്ക് നമ്മുടെ അമ്മച്ചി വഴിയൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ അടുത്ത ലാസ്റ്റ് മ്യൂസിയത്തിലോട്ട് പോണു ഗൈസ്. നല്ലൊക്കെ ടയർഡായി. വെയിലങ്ങോട്ട് കൂട്ടിയിട്ടേ, ഒടുക്കത്തെ വെയിൽ. ഈ മ്യൂസിയം കൂടെ കണ്ടിട്ട് എടുത്ത് വെക്കാം. ടമോ, ഈ വഴിയൊക്കെ ഓക്കെ, നല്ല രസമല്ലേ? നൈസ് വഴികൾ. Grand Castello Historic House. Grand Castello Historic House. Let's go. Oh. Hello. Good morning. Good morning. So we are here, guys. It's like a very silent space. Should I talk like that? It's ideal since it's a museum. ചെലവാണ്ടും വന്നിച്ചിരുന്നു പോയി. സമയം പോയി അറിഞ്ഞില്ല. കുറെ മഗ്ഗുകളുണ്ട് ഇവിടെ. കാളവണ്ടി, ഹുക്ക്, ത്രാസുകൾ. ഇത് കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പല സാധനങ്ങളാണ് ഈ മ്യൂസിയത്തിൽ കൂടുതലും ഇട്ടേക്കുന്നത്. കണ്ടോ, പഴയ കാളവണ്ടി,
ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ ഇങ്ങനെ ചുറ്റും കറങ്ങാനുള്ള മില്ല് പോലത്തെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു അല്ലേ? ആ അതെ, അരി പൊടിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഒരു പശുവിനെ അവിടെ ഇറക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ വണ്ടിയിലുള്ള സംഭവമൊക്കെ തന്നെ. കിണറാണത്, ഭയങ്കര ഡെപ്തുണ്ട്. ഓ, താഴെ കുറേ ചില്ലറ പൈസ എടുക്കുന്നുണ്ട് കണ്ടോ. ഇരിക്കുന്ന പോലത്തെ ഇൻസ്ട്രുമെന്റ്. പഴയ കാലങ്ങളിൽ യൂസ് ചെയ്ത പല സാധനങ്ങളുണ്ട്. മഹാത്മാഗാന്ധിയുടെ കയ്യിലുള്ള ആ ഇൻസ്ട്രുമെൻ്റിലെ നൂല് ചെയ്യുന്നതിൻ്റെ നൂല് ഓർക്കുന്ന ആ സാധനം എങ്ങനെ ചെയ്യും. തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം പൊട്ടിപ്പോവും, പിന്നെ ഇവിടുന്ന് നന്നാക്കേണ്ടി വരും, കോടിയാവും. അടുത്തത് ഒരു പഴയ കാലത്തെ ബെഡ്റൂം. ലോക്കറായിരിക്കും അല്ലേ, പഴയകാല ലോക്കറുകൾ. ഓ, അലമാരുടെ മോഡൊക്കെ നൈസ് മൂഡല്ലേ. തുണി എന്തൊക്കെ ചെയ്യണതാണ് ഉണ്ടോ. Is there more there? Yeah, there is. Thank you. I'm pretty sure the garden's open, so if it's not, let me know. Right, thank you. ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ, ദേവി മീൻസ് ഓടക്കുള്ളി. മറ്റേ കിളിക്കേട്ട് അടിക്കണതാണ്. വേറെന്താ, സോഫ. ഡു നോട്ട് സിറ്റ് ഹിയർ. ആധുനിക കാലത്തെ മിഠായി മെഷീൻ. വിചലംബിച്ച വീടല്ലേ. കപ്പുകൾ, ലോക്ക്ഡൗൺ ആണെങ്കിൽ നമ്മൾ തുറന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. What's this, brother? Huh? Oh, that's a large cask for wine. Wine? Oh. Yeah. Wine ശേഖരിക്കുന്ന വലിയൊരു ബാരലാണ്. Wow, that's a lot of wine, man. Oh, yeah. Absolutely. Cheers. Good day. You too. Yeah. ജയിലിലിട്ടേക്കണ കുറേ ആർക്കിയോളജി സാധനങ്ങൾ. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങട്ടെ. ഞാൻ ഇറങ്ങി ഇനി ഇവിടെ
എൻ്റെ അമ്മ പെട്ടെന്ന് പോട്ടെ, വാതിൽ വലിഞ്ഞടഞ്ഞു പോയി. ഞാൻ അടച്ചല്ല, കാറ്റ് വന്ന് അടച്ചു. സോ ഞാൻ വൈഡിലിട്ട് പിടി. തിരിക്കാൻ ടൈമായി. നമ്മളവിടെ നിന്ന് ഇറങ്ങി, പരിപാടി കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലം പിടിക്കാൻ പോകണം, വിച്ച് ഈസ് ഷോറ. അവിടെ 2 അമ്പലങ്ങളുണ്ട്. നമ്മൾ നേരത്തെ അപ്പാവൻ പറഞ്ഞ പോലെ തന്നെ ഒരു പഴയൊരു സ്ഥലമുണ്ട്. പഴയത് അവിടെ പോയിട്ട് നൈസായി പോയിട്ട്